ഫ്രാൻസിസ് മാർപ്പാപ്പ 21-ാം നൂറ്റാണ്ടിലെ രാജർഷി. ഭാരതത്തിൻ്റെ ഋഷി പാരമ്പര്യത്തിൽ രാജാക്കന്മാരും രാജർഷിമാരായിരുന്ന ചരിത്രമുണ്ട്. ഋഷിമാർ ആത്മജ്ഞാനവും ബ്രഹ്മജ്ഞാനവും നേടിയ ആധ്യാത്മിക ആചാര്യന്മാരും പ്രബോധകരുമായിരുന്നെങ്കിൽ രാജർഷിമാർ ഈ ജ്ഞാനത്തിന് പുറമെ വിജ്ഞാനവും ജനങ്ങളെ നയിക്കുവാനും സംരക്ഷിക്കുവാനും ആവശ്യമായ പ്രായോഗിക ഭരണപാഠവും നയതന്ത്രജ്ഞതയും കൂടി നേടിയവരായിരുന്നു. ജ്ഞാനിയായതിനാൽ അഹന്ത തീണ്ടാതെയും തൻകാര്യ തൽപരത കൂടാതെയും സത്യത്തിലും നീതിയിലും ചരിക്കാനും, വിജ്ഞാനിയായതിനാൽ ലോകകാര്യങ്ങളുടെയും മനുഷ്യ മനസ്സുകളുടെയും ഗതിവിഗതികൾ അറിഞ്ഞ് ജാഗ്രതാകുവാനും, കർമ്മനിപുണനായതിനാൽ ആ ജാഗ്രതയോടെ ആകമാന ഐശ്വര്യം ലക്ഷ്യമാക്കി സമൂഹ ജീവിതത്തിൻ്റെ തേരുതെളിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. മഹാ തേജസ്വികളായ അവരെപ്പോഴും സന്തോഷചിത്തരും പ്രസന്നവദനരും സ്ഥിതപ്രജ്ഞരും പ്രതിസന്ധിയുടെ ഏത് കടൽ തിരമാലകൾക്ക് മുകളിലൂടെയും യേശുവിനെ പോലെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ അടിപതറാത്ത കാൽവയ്പ്പുകളുമായി നടന്നു നീങ്ങാൻ പ്രാപ്തരുമായിരുന്നു. ചരിത്രത്തിൻ്റെ ഹൈവേകളിലെ വഴിവിളക്കുകൾ പ്രതിസന്ധി കൊടുങ്കാറ്റുകളിൽ അണഞ്ഞു പോകുമ്പോഴാണ്, എല്ലാവരും ഇരുട്ടിൽ തപ്പി കൂട്ടിയിടിച്ച് വീണു തുടങ്ങുമ്പോഴാണ് സൂര്യോദയം പോലെ ഇത്തരം മഹാ തേജസ്വികൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടാറുള്ളത് എന്ന് തോന്നുന്നു. അതുപോലെ വ്യാജ ആധ്യാത്മികതയും മതഭീകരതയും മാമോൻ ഭരണ സംവിധാനങ്ങളും പ്രകൃതി ചൂഷണവും പരിസ്ഥിതി നാശവുമെല്ലാം ചേർന്നുള്ള ദുരവസ്ഥകളുടെയും ആസന്നമായ മഹാദുരന്തങ്ങളുടെയും അഗ്നിപർവ്വത ശിഖരങ്ങളിലെത്തി നിൽക്കുന്ന ഇന്നത്തെ ഇരുൾ മൂടിയ ലോകത്തേക്ക് പ്രത്യാശയുടെ ഉദയസൂര്യനെ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന മഹാ തേജസ്വി ഒരു ധാർമ്മിക ശക്തി സ്രോതസ്സായി ശക്തർക്ക് താക്കീതും അശരണർക്ക് ആലംബവും സകലർക്കും മാർഗനിർദ്ദേശങ്ങളുമായി കടന്നു വരികയായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മാനുഷിക മുഖമുള്ള മാർപ്പാപ്പയായി സഭയിലും പൊതുസമൂഹത്തിലും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും പ്രത്യാശയുടെയും വെളിച്ചം വിതറിക്കൊണ്ട് 2013 മാർച്ച് 13 കടന്നു വന്ന് ഒരു വ്യാഴവട്ടക്കാലം പ്രകാശപൂരിതമായി അരങ്ങുവാണതിനു ശേഷം 2025 ഏപ്രിൽ 21 അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ഫ്രാൻസിസ് അസീസി ചെയ്തതുപോലെ ലാളിത്യം കൊണ്ടും സാഹോദര്യം കൊണ്ടും പ്രകൃതി സ്നേഹം കൊണ്ടും കത്തോലിക്ക സഭയെന്ന ആധ്യാത്മിക മരുഭൂമിയെ തനിക്കാവും വിധം തർപ്പണം ചെയ്ത് ആർദ്രമാക്കുകയും പ്രതീക്ഷയുടെ ഏതാനും ഓയസിസുകൾ തീർക്കുകയും ചെയ്തിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. റോമൻ സാമ്രാജ്യത്വ മുഖഭാവവുമായി നിൽക്കുന്ന കത്തോലിക്ക സഭയെ യേശുവിൻ്റെ മുഖമണിയിക്കുകയെന്ന അസാധ്യമെന്ന് തോന്നിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കൈ ചൂണ്ടുന്നതിനും ചുവടുറപ്പിക്കുന്നതിനും ഈ ചെറിയ കാലഘട്ടം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് നിസ്സാര കാര്യമല്ല. മാത്രമല്ല, അദ്ദേഹം വിതച്ചിരിക്കുന്ന വീണ്ടുവിചാരത്തിൻ്റെയും തിരുത്തലിൻ്റെയും നവീകരണത്തിൻ്റെയുമായ ആശയവിത്തുകൾ ഏറ്റുവാങ്ങി മുളപ്പിച്ചിരിക്കുന്ന അനേകരും നിരവധിയായ പ്രസ്ഥാനങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയലോകത്തെ വികസിതമാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് അനേകരുടെ മനസ്സുകളിൽ ഉദ്ധാനം ചെയ്ത് അദ്ദേഹം അവരിലൂടെ ജീവിക്കുന്നു എന്നും പറയാവുന്നതാണ്. കത്തോലിക്കരെ സിദ്ധാന്ത ശാഠ്യങ്ങളിൽ നിന്ന് വിമുക്തരാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് 1-2 വാക്കുകൾ മതിയാകുമായിരുന്നു. കത്തോലിക്ക സഭയാണ് ഏക സത്യമതം. കത്തോലിക്ക സഭയോടെ മാത്രമേ ആത്മരക്ഷ സാധിക്കൂ. യേശുവിനെ ഏകരക്ഷകനായി ഏറ്റുപറയുന്നവർ മാത്രമേ രക്ഷപ്പെടൂ. കൂടാതെ ആത്മരക്ഷയ്ക്ക് മാമോദീസയുടെ അനിവാര്യത, സഭ പ്രഖ്യാപിച്ചിട്ടുള്ള വിശ്വാസ പ്രമാണവും വിശ്വാസ സത്യങ്ങളും ഏറ്റുപറഞ്ഞ് വിശ്വസിക്കേണ്ടതിൻ്റെയും കൂദാശകൾ അനുഷ്ഠിക്കേണ്ടതിൻ്റെയും തിരുസഭയുടെ കൽപ്പനകൾ അനുസരിക്കേണ്ടതിൻ്റെയും ആവശ്യകത എന്നിങ്ങനെ ഒരു മനുഷ്യൻ്റെ സ്വർഗപ്രവേശനത്തിനുള്ള വ്യവസ്ഥകളെല്ലാം ഫ്രാൻസിസ് മാർപ്പാപ്പ ഹൃദയത്തിൽ തട്ടിപ്പറഞ്ഞ നിരീശ്വരവാദികൾക്കും സ്വർഗരാജ്യത്തിലെത്താം എന്ന ഒരൊറ്റ പ്രസ്താവനയോടെ നിർവീര്യമാകുന്നത്, ക്യാൻസലാകുന്നത് ലോകം കണ്ടു. തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കണ്ട് പെരുമാറിയാൽ മതി, അതിൽ എല്ലാ നിയമങ്ങളും അടങ്ങുന്നു എന്ന യേശുവിൻ്റെ പ്രബോധനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നടത്തിയ ഈ പ്രസ്താവന കൊണ്ട് സഹസ്രാബ്ദങ്ങളായി തുടരുന്ന യാഥാസ്ഥിതിക കടുംപിടുത്തങ്ങളിൽ നിന്ന് സഭയെയും വിശ്വാസി സമൂഹത്തെയും കെട്ടടിച്ചു വിടുകയായിരുന്നു അദ്ദേഹം. എൻ്റെ ദൈവം കത്തോലിക്ക ദൈവമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അപരിമിത സത്യമായ ദൈവത്തെ ഒരു മതഗ്രന്ഥത്തിൻ്റെയും ഒരു മതത്തിൻ്റെയും ആ മതത്തിൻ്റെ ദൈവശാസ്ത്ര സിദ്ധാന്തങ്ങളുടെയും പരിധിക്കുള്ളിലേക്ക് ഒതുക്കുകയെന്നത് ദൈവനിന്ദയാണെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു അദ്ദേഹം. അതുപോലെ തന്നെ സ്വർഗ അനുരാഗികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശവും അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര വിശാലവും വിനീതവുമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. അദ്ദേഹം ചോദിക്കുന്നു, ഒരാൾ സ്വർഗാനുരാഗി ആയിരിക്കെ തന്നെ ദൈവാന്വേഷിയും നല്ല മനസ്സിലുള്ളവനുമാണെങ്കിൽ അയാൾക്കെതിരെ വിധി കൽപ്പിക്കാൻ ഞാൻ ആരാണ്? ഒരു സ്വർഗാനുരാഗിയെ കാണുന്ന ദൈവം അവൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കാതിരിക്കുമോ?
അവനെ നിരാകരിക്കുകയും ശപിച്ചു തള്ളുകയും ചെയ്യുമോ? സഭയിലെ പുരോഹിത ആധിപത്യ സംവിധാനത്തിനെതിരെ, അതായത് ക്ലറിക്കലിസത്തിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് 2013 ജൂലൈയിൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന വേൾഡ് യൂത്ത് ഡേ എന്ന പരിപാടിയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുകയുണ്ടായി. അന്ന് അവിടെ കൂടിയിരുന്ന 30 ലക്ഷം വരുന്ന യുവാക്കളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഈ വേൾഡ് യൂത്ത് ഡേയുടെ പ്രതിഫലനമായി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്നോ? കാര്യങ്ങൾ കുഴഞ്ഞു മറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് എ മെസ്. റിയോയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും, എന്നാൽ രൂപതകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്നതാണ് എൻ്റെ ആഗ്രഹം. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദി ക്ലറിക്കലിസം. ഇന്നത്തെ സഭയെയും ലോകത്തെയും നോക്കി യേശു എന്തെല്ലാം പറയുമായിരുന്നുവോ, അതേ വ്യക്തതയോടെ സഭാകാര്യങ്ങളെയും ലോകകാര്യങ്ങളെയും കുറിച്ച് ദൈവശാസ്ത്ര ഭാരമേതുമില്ലാതെ ശിശു സഹജമായ നിഷ്കളങ്കതയോടെ സധൈര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അവയിൽ ചില ഉദ്ധരണികൾ ഇവിടെ എടുത്തു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു: സഭ പലപ്പോഴും നിസ്സാര കാര്യങ്ങളിലും ഇടുങ്ങിയ മനസ്സിൻ്റെ നിയമങ്ങളിലും കെട്ടുപിണഞ്ഞു കിടക്കുകയാണ്. ഇത് എത്രയോ ശരിയെന്ന് സീറോ മലബാർ സഭയിലേക്ക് നോക്കിയാൽ, ഉദാഹരണത്തിന് കുർബാനക്കർമ്മ പ്രശ്നത്തിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും. സഭാധികാരികളെന്ന് അവകാശപ്പെടുന്ന അല്പന്മാരുടെ ഇടുങ്ങിയ മനസ്സുകൾ നിക്ഷിപ്ത താല്പര്യങ്ങളോടെ രൂപം കൊടുക്കുന്ന നിയമങ്ങളിൽപ്പെട്ട് സഭാസമൂഹമാകെ അനങ്ങാൻ കഴിയാത്ത വിധം കെട്ടുപിണഞ്ഞു കിടക്കുകയാണല്ലോ ഇവിടെ. അദ്ദേഹം സഭയുടെ അപ്രമാദിത്വത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെ: എല്ലാ വിശ്വാസികളെയും ഒന്നായി കാണുന്ന പക്ഷം വിശ്വാസ കാര്യങ്ങളിൽ അവർക്ക് അപ്രമാദിത്വമുണ്ട്. ജനങ്ങളും മെത്രാന്മാരും മാർപ്പാപ്പയും തമ്മിൽ നിഷ്കപടമാം വിധം ആശയവിനിമയത്തിൻ്റെ വഴിയിലാകുമ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ പിന്തുണയ്ക്കാനുണ്ടാവും. അതുകൊണ്ട് സഭയോടൊത്ത് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ സഭാ ഹൈറാർക്കിയോടൊപ്പം ചിന്തിക്കുക എന്നാണ് അതിനർത്ഥം എന്ന് നാം ചിന്തിക്കുക പോലും വരുത്. അതായത് അപ്രമാദിത്വമുള്ളത് എല്ലാവരും ഉൾപ്പെടുന്ന സഭാ കൂട്ടായ്മയ്ക്കാണ്, അല്ലാതെ മാർപ്പാപ്പായ്ക്കോ മെത്രാനോ പുരോഹിത ഹൈറാർക്കിക്കോ അല്ല എന്ന്. സഭയോടൊപ്പം ചിന്തിക്കുക എന്നാൽ സഭാ കൂട്ടായ്മയുടെ അഭ്യുന്നതിക്കും ഐശ്വര്യത്തിനും വേണ്ടി ആ കൂട്ടായ്മയ്ക്കൊപ്പം ഓരോരുത്തരും ചിന്തിക്കുക എന്നതാണ്, അല്ലാതെ പുരോഹിത അധികാര ശ്രേണിക്ക് തങ്ങളുടെ സ്വതന്ത്ര ബുദ്ധി പണയം വയ്ക്കലല്ല എന്ന്. സഭയുടെ ഇന്നത്തെ ദൗത്യത്തെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: മുറിവുകളെ ഉണക്കാനും ഹൃദയങ്ങളെ ഉണർത്താനുമുള്ള കഴിവാണ് ഇന്ന് സഭയ്ക്ക് ഏറ്റവും ആവശ്യം എന്ന് ഞാൻ വ്യക്തമായി കാണുന്നു. അടുപ്പവും സമ്പർക്കവുമാണ് വേണ്ടത്. ഒരു യുദ്ധത്തിന് ശേഷം യുദ്ധഭൂമിയിൽ തുറന്ന ഒരു ആതുരാലയം പോലെയാണ് ഞാൻ സഭയെ കാണുന്നത്. ഭീകരമായി മുറിവേറ്റ ഒരാളോട് അയാളുടെ രക്തത്തിലെ അമിതമായ കൊഴുപ്പിനെപ്പറ്റിയോ പഞ്ചസാരയെപ്പറ്റിയോ അന്വേഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ആദ്യം വേണ്ടത് അവൻ്റെ മുറിവുകൾ ഉണക്കുക എന്നതാണ്. ബാക്കി കാര്യങ്ങളെക്കുറിച്ചെല്ലാം അത് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് വ്രണങ്ങളെ സുഖപ്പെടുത്തുക. സഭയിൽ സ്ത്രീകളുടെ ധർമ്മമെന്ത് എന്നതിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത ഇങ്ങനെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്: സഭയിൽ സ്ത്രീകളുടെ ധർമ്മമെന്തെന്ന് ഇനിയും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ആഴമുള്ള ഒരു സ്ത്രൈണ ദർശനം വികസിപ്പിച്ചെടുക്കാൻ നാം കഠിനമായി പ്രയത്നിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ സഭയ്ക്കുള്ളിലെ അവരുടെ ധർമ്മം എന്ത് എന്നതിനെക്കുറിച്ച് ഉൾക്കാഴ്ചയോടെ മനനം ചെയ്ത് കണ്ടെത്താൻ നമുക്ക് കഴിയൂ. എല്ലാ തീരുമാനങ്ങളിലും സ്ത്രൈണമയമായ ഉൾക്കാഴ്ചകൾ ആവശ്യമാണ്. സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകർ എങ്ങനെയുള്ളവരായിരിക്കണം എന്നതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകർ മനുഷ്യഹൃദയങ്ങളെ ഊഷ്മളമാക്കുന്നവരും അവരുടെ ഇരുണ്ട രാത്രികളിൽ അവർക്കൊപ്പം നടക്കുന്നവരും ആയിരിക്കണം. സ്വയം നഷ്ടപ്പെടാതെ ജനത്തിൻ്റെ ഇരുണ്ട കാലങ്ങളിൽ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുമായി സംഭാഷണം നടത്താനും അറിവുള്ളവരും ആയിരിക്കണം അവർ. ദൈവജനത്തിന് വേണ്ടത് ഇടയന്മാരെയാണ്, ഉദ്യോഗസ്ഥ മേധാവികളെപ്പോലെയും സർക്കാർ അധികാരികളെപ്പോലെയും പെരുമാറുന്ന പുരോഹിതരെയല്ല. പ്രത്യേകിച്ച് മെത്രാന്മാർ തങ്ങളുടെ ജനത്തിനിടയിലുള്ള ദൈവിക ചലനങ്ങളെ ക്ഷമയോടെ പ്രോത്സാഹിപ്പിക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. ഒരാൾ പോലും പിന്നിൽ ഉപേക്ഷിക്കപ്പെടരുത്. അദ്ദേഹം ഇങ്ങനെ തുടരുന്നു: ശിഷ്യന്മാർക്കായി നിയമങ്ങൾ സൃഷ്ടിച്ചു നൽകുന്ന അധ്യാപകനായിരിക്കരുത് ഒരു പുരോഹിതൻ. അങ്ങനെയുള്ളവർ നല്ല പുരോഹിതരല്ല, മറിച്ച് നല്ല സ്വേച്ഛാധിപതികളാണ്. മറ്റുള്ളവരിലെ മതാത്മക വ്യക്തിത്വത്തെ തുറച്ചു നീക്കുന്നവർ. അങ്ങനെയുള്ള അയവില്ലാത്തവരുടെ മതചിന്തകളാണ് സിദ്ധാന്തങ്ങളായി ചുരുങ്ങിക്കൂടുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവ മനുഷ്യരെ വളരാൻ അനുവദിക്കാതെ അവരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതല്ല വളർച്ചയുടെ വഴി. മെത്രാന്മാർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ പ്രത്യേക ഉപദേശം ഇങ്ങനെ: നിങ്ങൾ നിങ്ങളുടെ രൂപതാ സമൂഹത്തെ ഭരിച്ചവരാണ്, ആ സമൂഹവുമായി കടപ്പാടുള്ളവരാണ്. അവനവൻ്റെ രൂപതയിലെ കാര്യങ്ങൾ നോക്കി നടത്തുകയെന്നത് സംഘടനാപരമായ ഒരാവശ്യം മാത്രമല്ല,
ദൈവശാസ്ത്രപരമായ നിങ്ങളുടെ കടമയുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിങ്ങളുടെ ജനത്തോടൊപ്പമായിരിക്കുക. നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ രൂപതയിൽ തന്നെ ആയിരിക്കുക. വിമാനത്താവള മെത്രാന്മാരെന്ന പേരുദോഷം ഒഴിവാക്കുക. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സൂക്തം കേൾക്കുക. ഒരാൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട് എന്ന് വന്നാൽ അത് ദൈവം അവനിൽ സന്നിഹിതനല്ല എന്നതിനുള്ള തെളിവാണ്. അതായത് അങ്ങനെ ഭാവിക്കുന്നവൻ സ്വാർത്ഥതയോടെ മതത്തെ ഉപയോഗിക്കുന്ന കള്ളപ്രവാചകനാണ് എന്നർത്ഥം. നമ്മൾ എളിമയുള്ളവരായിരിക്കണം. നമ്മുടെ തീർച്ചകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കാതെ ദൈവത്തിന് ഒരിടം കൊടുക്കേണ്ടതുണ്ട്. സൂക്ഷ്മ അവലോകനത്തിൽ ദൈവാശ്രിതമായ ഒരു അനിശ്ചിതത്വം ആധ്യാത്മിക ചോദനയുടെ ഭാഗം തന്നെയാണ് എന്ന് കാണാനാകും. മറ്റൊരു ഉദ്ധരണി ഇങ്ങനെയാണ്: സഭയുടെ സൈദ്ധാന്തികവും ധാർമ്മികവുമായ പഠനങ്ങൾ സമാനങ്ങളല്ല. സഭയുടെ ആധ്യാത്മിക ശുശ്രൂഷയുമായി പരസ്പര ബന്ധമില്ലാത്ത എണ്ണമറ്റ സിദ്ധാന്തങ്ങൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കേണ്ടതുണ്ട് എന്ന ചിന്ത ഒരു ഒഴിയാബാധയാണ്. അങ്ങനെ മുന്നോട്ട് പോകാനാവില്ല. നാം ഒരു പുതിയ സന്തുലിതാവസ്ഥ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സഭയുടെ ധാർമ്മിക ബോധം ചീട്ടുകെട്ടാരം പോലെ തകർന്നടിയുകയും സുവിശേഷത്തിൻ്റെ ഓജസ്സും സൗരഭ്യവും നഷ്ടപ്പെടുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ അവതരണം കൂടുതൽ ലളിതവും പ്രഭാപൂരിതവും അതേസമയം അഗാധതയിലേക്ക് നയിക്കുന്നതും ആകേണ്ടതുണ്ട്. അത്തരം പ്രഘോഷണത്തിൻ്റെ അനന്തരഫലമായി ധാർമ്മികത ഉറവെടുക്കുകയും തുടർന്ന് അത് പ്രവാഹമായി ഒഴുകുകയും ചെയ്യും. മനുഷ്യന് മേൽ പണത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഇന്നത്തെ ആഗോള സാമ്പത്തിക സംവിധാനത്തിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രബോധനം ഇങ്ങനെ: പണമല്ല, മനുഷ്യനായിരിക്കണം സാമ്പത്തിക സംവിധാനത്തിൻ്റെ കേന്ദ്രം. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? സഭയിൽ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും പറഞ്ഞേക്കാം. സഭയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സഭാ കൂട്ടായ്മ ആ മാറ്റങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് എന്ന് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സംഭവിക്കുക മെത്രാന്മാരും വിവിധ റീത്തുകളും മാർപ്പാപ്പയുടെ കാഴ്ചപ്പാടുകൾ ഏറ്റെടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഓരോ റീത്തിലും ഓരോ രൂപതയിലും സഭാ നവീകരണ പ്രസ്ഥാനങ്ങൾ ശക്തമാവുകയും മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യണം. ഇത് രണ്ടും കാര്യമായി നടക്കുന്നില്ല എന്നതാണ് കാര്യമായ മാറ്റങ്ങൾ അനുഭവപ്പെടാതിരിക്കുന്നതിന് കാരണം. ഉദാഹരണത്തിന്, പെസഹ വ്യാഴാഴ്ചത്തെ കാലുകഴുകൽ ശുശ്രൂഷയിൽ സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന മാർപ്പാപ്പയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ തയ്യാറാകാതെ സീറോ മലബാർ സഭ അതിന് ഒഴിവ് വാങ്ങുകയാണല്ലോ ചെയ്തത്. മറ്റൊരു ഉദാഹരണം, 2015 ഒക്ടോബർ 4 മുതൽ 25 വരെ നടന്ന കുടുംബ സിനഡിന് മുന്നോടിയായി രൂപതാതലങ്ങളിൽ നടത്തേണ്ടിയിരുന്ന കുടുംബ സർവേയുമായി ഇന്ത്യയിലെ മെത്രാന്മാർ പൂർണ്ണമായും നിസ്സഹകരിച്ച സംഭവമാണ്. ഇത്തരം ധിക്കാരം നിറഞ്ഞ നിസ്സഹകരണങ്ങൾ ഉണ്ടായിട്ടും വത്തിക്കാൻ്റെ ഇടനാഴികളിൽ മാർപ്പാപ്പയെ വധിക്കാൻ മാഫിയ സംഘങ്ങൾ ഗൂഢാലോചനകൾ വരെ നടത്തിയിട്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ സഭാ നവീകരണ പ്രയാണം നിർബാധം തുടരുക തന്നെയായിരുന്നു എന്ന് ഓർക്കുക. അതിൻ്റെ ഭാഗമായാണ് സ്ഥാനമേറ്റെടുത്ത ഉടനെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ കൂരിയ എന്നറിയപ്പെടുന്ന വത്തിക്കാൻ ബ്യൂറോക്രസിയെ പുനഃസംവിധാനം ചെയ്യാനുള്ള വഴികൾ നിർദ്ദേശിക്കുന്നതിനായി ഒരു 8-അംഗ സമിതിയെ നിയോഗിച്ചത്. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള കർദിനാളന്മാരായിരുന്നു സമിതി അംഗങ്ങൾ. അതിൽ നിലവിലുള്ള കൂരിയായെ പ്രതിനിധീകരിക്കാൻ ഒരേ ഒരു അംഗമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ശ്രദ്ധേയമാണ്. കൂരിയായുടെ പ്രവർത്തന രീതിയെ കഠിനമായി വിമർശിക്കുന്നവരെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മറ്റൊന്ന്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് വർക്ക്സ് എന്ന് യഥാർത്ഥ പേരുള്ള വത്തിക്കാൻ ബാങ്കിൻ്റെ ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് അദ്ദേഹം തുടക്കമിടുകയും ബാങ്കിൻ്റെ 2 ഡയറക്ടർമാരെ സ്ഥാനഭ്രഷ്ടരാകുകയും ചെയ്തു എന്നതാണ്. ഒപ്പം സഭയുടെ ദൗത്യത്തിന് അനുയോജ്യമായി ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ സരളമാക്കി ക്രമീകരിക്കുക എന്ന അനുശാസനത്തോടെ അമേരിക്കയിൽ നിന്നുള്ള ഒരു കർദിനാൾ, ജർമ്മനിയിൽ നിന്നുള്ള മറ്റൊരു കർദിനാൾ, ഒരു മോൺസിഞ്ഞോർ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ മിസ്സിസ് മേരി സാങ്ഡൺ എന്നിവരടങ്ങിയ ഒരു 4-അംഗ വിദഗ്ധ അന്വേഷണ കമ്മീഷനെയും അദ്ദേഹം നിയോഗിച്ചു. കൂടാതെ കുട്ടികളെ ലൈംഗികമായും ശാരീരികമായും ദുരുപയോഗം ചെയ്യുന്നത് കുറ്റകൃത്യമാക്കിക്കൊണ്ടുള്ള പുതിയൊരു നിയമവും അദ്ദേഹം പ്രാബല്യത്തിലാക്കുകയുണ്ടായി. മാർപ്പാപ്പയായി ആദ്യത്തെ 6 മാസങ്ങൾക്ക് ഉള്ളിൽ തന്നെ അദ്ദേഹം പ്രധാനമായും 4 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടുകയുണ്ടായി. അത് ഇവയാണ്: 1. ആഗോള സഭയുടെ ഭരണത്തിന്മേലുള്ള ഇറ്റാലിയൻ മേധാവിത്വം അവസാനിപ്പിക്കുക. 2. സഭയിൽ അൽമായരുടെ സ്ഥാനവും പങ്കാളിത്തത്തിൻ്റെ തോതും വർദ്ധിപ്പിക്കുക. 3. ഉത്തരവാദിത്വത്തിൻ്റെതായ ഒരു സംസ്കാരത്തിന്, അതായത് കൾച്ചർ ഓഫ് അക്കൗണ്ടബിലിറ്റിക്ക് അടിത്തറയിടുക. 4. ഇടതുപക്ഷ വലതുപക്ഷ ചായ്വുകളില്ലാതെ നടുവിൽ നിന്ന് ലോകപ്രശ്നങ്ങളെ കാണുന്ന സമീപനം അവതരിപ്പിക്കുക. ശാക്തിക രാഷ്ട്രീയത്തിൽ പക്ഷം ചേർന്നുള്ള കത്തോലിക്ക സഭയുടെ പരമ്പരാഗത സമീപനത്തിൽ നിന്നുള്ള ഒരു പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു ഇത് എന്ന് ഇവിടെ നാം ഓർക്കേണ്ടതുണ്ട്. ഇതിൽ 2ാമത്തെയും 3ാമത്തെയുമായ നീക്കങ്ങളുടെയും അപ്രമാദിത്വം സഭാ കൂട്ടായ്മയ്ക്കാണ് എന്ന ആശയത്തിൻ്റെയും വികാസമായാണ്
സിനഡാലിറ്റിയോട് കൂടിയ സിനഡ് എന്ന ആശയപദ്ധതി അദ്ദേഹം ശക്തമായി അവതരിപ്പിച്ചു തുടങ്ങിയത്. സഭയിലെ എല്ലാ വിഭാഗങ്ങളെയും പങ്കെടുപ്പിച്ചുള്ള സിനഡുകൾ മാത്രമേ സഭാ സിനഡുകളാകൂ എന്ന് സമർത്ഥിച്ചുകൊണ്ട് സഭാ തീരുമാനങ്ങളിലും പ്രവർത്തനങ്ങളിലും ബഹുജന പങ്കാളിത്തവും കൂട്ടായ ഉത്തരവാദിത്വവും കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുള്ള ഈ ഉദ്യമമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാനാകും. 2021 മുതൽ 24 വരെ ഈ ലക്ഷ്യം വെച്ച് 3 സിനഡുകൾ വിജയകരമായി അദ്ദേഹം നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു സിനഡൽ സഭയ്ക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമങ്ങൾ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആധികാരിക സഭ നൂറ്റാണ്ടുകളായി മറന്നുകളഞ്ഞ മനുഷ്യനായ യേശുവിനെ ലളിതമായും ധീരമായും അവതരിപ്പിച്ചു. സഭാ നവീകരണത്തിന് വലിയ തോതിൽ ഊർജം പകർന്നും സഭയ്ക്ക് ജനകീയമായ ഒരു ഘടന വിഭാവനം ചെയ്ത് അവതരിപ്പിച്ചു. ലോകവ്യവസ്ഥിതി കമ്പോള കേന്ദ്രീകൃതമായിരിക്കരുത്, അത് മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണമെന്ന് മുഴുവൻ ലോക നേതാക്കളെയും തൻ്റെ ധാർമ്മിക ശക്തിയിൽ നിന്ന് ഉത്ബോധിപ്പിച്ചും വിശ്വാസി സമൂഹത്തെ മാത്രമല്ല ലോക സമൂഹത്തെ ആകെ ആകർഷിച്ച ഒരു മഹാരഥനായിരുന്നു അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് സംശയമേതുമില്ലാതെ പറയാൻ കഴിയും. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന നിമിഷങ്ങളിൽ അങ്ങകലെ വത്തിക്കാനിൽ അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ഞാൻ ഓർക്കുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരിക്കലും മരിക്കാത്തതും അനുസ്യൂതം വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുന്നതുമായ വാക്കുകൾക്ക് മുമ്പിൽ, കാഴ്ചപ്പാടുകൾക്ക് മുമ്പിൽ അഞ്ജലിബദ്ധമായ ഹൃദയത്തോടെ കൈകൾ കൂപ്പുന്നു, ശിരസ് നമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.